മുഅ്മിനീങ്ങൾ എന്നാൽ മുസ്ലിങ്ങൾ മാത്രം, അന്യമതസ്ഥർ മുഴുവൻ കാഫിരീങ്ങൾ. യാഥാർത്ഥ്യം അറിയാതെയുള്ള മൗലവിമാരുടെ ഈ പഠനവും വിശ്വാസവും അങ്ങേയറ്റം പിഴച്ചത്. ഖുർആനിലെ ഈ ഒരു ആയത്ത് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. ഈമാൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ സമുദായം ഇത്രയും വിഭാഗങ്ങളായി പിരിഞ്ഞത്. ഖുർആനിൽ അല്ലാഹു യാ അയ്യുഹൻ നാസ്, യാ അയ്യുഹൽ മുഅ്മിനീൻ, യാ അയ്യുഹൽ മുസ്ലിമീൻ, യാ അയ്യുഹൽ കാഫിറൂൻ ഇങ്ങനെ വിവിധ തരത്തിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. എന്നാൽ ജാഹിലീങ്ങളായ മൗലവിമാർ പഠിപ്പിക്കുന്നതോ മുസ്ലിങ്ങൾ മാത്രമാണ് മുഅ്മിനെന്നും അന്യമതസ്ഥർ മുഴുവൻ കാഫിരീങ്ങളാണെന്നും. ഒരു മുസ്ലിം എങ്ങനെയാണ് മുഅ്മിൻ ആവേണ്ടത് എന്ന് മാത്രം അവർ പറയുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് മറ്റു പ്രവാചകന്മാരെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചത്? എന്തുകൊണ്ടാണ് ഖുർആനിൽ ഇങ്ങനെ അള്ളാഹു പറഞ്ഞത്? ആരാണ് അപ്പോൾ യഥാർത്ഥ കാഫിർ? എന്താണ് യഥാർത്ഥ ഈമാൻ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബത്തിനോടും പറയാൻ ഭയന്ന ഇൽമ എന്തായിരുന്നു? ഇന്നേ വരെ ഒരു പണ്ഡിതനും പറഞ്ഞു തരാത്ത യഥാർത്ഥ ഇൽമുകൾ അൽറ മിഷൻ എന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കായി വിശദീകരിക്കുന്നു. ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് അവർക്കും യാഥാർത്ഥ്യം അറിയിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ദീനിലാഹി എന്ന ഈ ഒരു ഗ്രന്ഥം നിങ്ങൾക്കും സ്വന്തമാക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.